ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, വിദ്യാർത്ഥികളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? എത്രാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്? 10ാമത്തെ ചാപ്റ്റർ അല്ലേ? ദാമ്പത്യ വിശുദ്ധി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവാഹം എന്ന കൂദാശയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു. കൂദാശ എന്നാൽ എന്ത്? ക്രിസ്തീയ വിവാഹം എന്നാൽ എന്താണ്? ആരാണ് വിവാഹം സ്ഥാപിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വിവാഹം എന്നത് ഒരു കൂദാശയായി ഉയർത്തിയത് ആരാണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആരാണ് വിവാഹത്തിൻ്റെ സ്ഥാപകൻ? ദൈവം. ആരാണ്? ദൈവമാണ് വിവാഹത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ വിവാഹത്തെ ഒരു കൂദാശയായി ഉയർത്തിയത് ആരാണ്? ദൈവപുത്രനായ യേശുക്രിസ്തു. ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് വിവാഹത്തെ ഒരു കൂദാശയായിട്ട് ഉയർത്തിയത്. വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് മൂലമാണ് വിവാഹം എന്ന കൂദാശ വഴി ഒരുമിച്ച് ജീവിക്കുന്നത്. വിവാഹം എന്ന കൂദാശ വഴി ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുന്നുണ്ട്. അതായത് അവരുടെ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമായി അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഒരു വിശുദ്ധ കർമ്മമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നത് അബോർഷൻസ് ആണ്. അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹശേഷം തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കൊല്ലുന്നതാണ് അബോർഷൻ എന്ന് പറയുന്നത്. ദൈവകൽപ്പനകൾ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? എത്ര ദൈവകൽപ്പനകളാണ് നമുക്കുള്ളത്? 10 കൽപ്പനകൾ. അതിൽ 5ാമത്തെ കൽപ്പന എന്താണ്? കൊല്ലരുത്. അപ്പോൾ ഒരു സ്ത്രീ അവളുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ കൊല്ലുന്നത് ഒരു മാരകമായ പാപമാണ്. ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് വഴി 5ാമത്തെ കൽപ്പനയായ കൊല്ലരുത്, അതായത് ദൈവകൽപ്പനയെ അവർ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നൽകുന്ന ദാനമാണ് മക്കളെന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൊല്ലുന്നത് ശരിയായ ഒരു പ്രവൃത്തിയാണോ? അവരവരുടെ സന്തോഷത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടിയാണ് പലരും ഇന്ന് അബോർഷന് മുതിരുന്നത്. എന്നാൽ അവർ ചിന്തിക്കുന്നില്ല ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെന്ന്. ക്രിസ്തീയ വിവാഹം എന്നാൽ എന്ത് എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മരണത്തോളം ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ മക്കളെ പുണ്യമാർഗത്തിൽ വളർത്താൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവരെ പുണ്യമാർഗത്തിൽ വളർത്താൻ കൂടി കടപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ദൈവമക്കളായിട്ട് വേണം നമ്മൾ വളർത്താനായിട്ട്. ചെറുപ്പം മുതൽ തന്നെ അവർക്ക് ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയിലേക്കും വിശുദ്ധിയിലേക്കും അവരെ വളർത്തുകയും ചെയ്യണം. ദാമ്പത്യ ജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ്. അവർ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. വിവാഹ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം എന്ന് നിങ്ങൾക്കറിയാമോ? ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ സഭയുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ ഭാര്യ ഭർത്താക്കന്മാരെടുക്കുന്ന വാഗ്ദാനം എന്താണ്? ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ
സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീയെയും പുരുഷനെയും ഒരു കുടുംബമായി യോജിപ്പിച്ചത് ദൈവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 6 വാക്യം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതായത് സ്ത്രീയെയും പുരുഷനെയും ഒരു കുടുംബമായി യോജിപ്പിച്ചത് ദൈവമാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവരെ വേർതിരിക്കാൻ അവകാശമില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് അബോർഷൻ നമ്മൾ കൂടുതലായി കാണുന്നുണ്ടെന്നാണ്, കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതലാണ് ഡിവോഴ്സ്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വേർതിരിയുന്നത്. ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് പ്രാർത്ഥനയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുപോലെ തന്നെ വേണ്ട 2 കാര്യങ്ങളാണ്, 2 വാക്കുകളാണ് താങ്ക്സ്, സോറി എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനും നമ്മൾ പരസ്പരം എപ്പോഴും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ താങ്ക്സ് പറയണം. അതുപോലെ തന്നെ അറിഞ്ഞും അറിയാതെയോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിന് സോറി പറയുകയും വേണം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും ജീവിക്കുമ്പോൾ ഒരു കുടുംബജീവിതം വിജയകരമായി മാറും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വിവാഹത്തിലൂടെ കുടുംബം ജീവിതം ആരംഭിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ഒരു വിശുദ്ധ കർമ്മമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ വിവാഹ സമയത്ത് അവർ ദൈവത്തിനും സഭയ്ക്കും മുൻപിൽ എടുക്കുന്ന വാഗ്ദാനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് അവർ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ക്ഷമിച്ചും പങ്കുവെച്ചും ജീവിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. വിവാഹം എന്ന കൂദാശ ഒരു ദൈവവിളിയാണ്. സ്ത്രീയെയും പുരുഷനെയും കുടുംബമായി യോജിപ്പിച്ചത് ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ബൈബിൾ വാക്യം എന്താണ്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ.